ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊരു സ്നേഹവും മാപ്പിന്റെയും അർഹരായ മുത്തുനബിയാണ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലല്ല പലപ്പോഴും പറയാറുള്ളൊരു വാചകമുണ്ട്, ലാ യബ്ലുഗന്ന അഹദും മിൻകും മിൻ അസ്ഹാബി ശൈആ. നിങ്ങൾ എൻ്റെ സ്വഹാബികളെ പറ്റി കുറ്റൊന്ന് എന്നോട് പറഞ്ഞ് എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും കുറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങൾ എന്നോട് ഒന്ന് പറയരുത്. എന്തുകൊണ്ട്? ഫഇന്നി ഉഹിബ്ബു അൻ അഖ്റജ ഇലൈക്കും അന സലീമുസ് സദ്ർ. ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സ് ശുദ്ധമായ നിലക്ക്, നിങ്ങളോട് ആരോടും ആ ഒരു വെറുപ്പ് ഇല്ലാത്ത നിലക്ക്, നിങ്ങളെ എല്ലാവരെയും പരിഗണിക്കുന്ന നിലക്ക്, ഒരാളെ കുറ്റം എനിക്ക് കേട്ടാൽ അതിൻ്റെ പേരിൽ നിങ്ങളോട് എൻ്റെ മനസ്സിൽ വെറുപ്പ് വരാത്ത നിലക്ക് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് പുറപ്പെടലിനെ, അരികിലേക്ക് വരലിനെ ഞാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളിൽ നിന്ന് ഒരുത്തൻ്റെ കുറ്റം എന്നോട് വന്ന് പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട്, അവിടുത്തെ ശിഷ്യന്മാരോട് എപ്പോഴും പറയാറുണ്ട്. ഒരു ശിഷ്യൻ മറ്റേ ശിഷ്യന്റെ കുറ്റം ഉസ്താദിനോട് പോയി പറയുന്ന രീതി കഴിവിന്റെ പരമാവധി ഒഴിവാക്കണം. അങ്ങനെ ഒരു ശിഷ്യനെ മോശമായിട്ട് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുകയും ചെയ്തു. അവിടുത്തെ സ്വഭാവത്തിന്റെ ഒരു ശൈലിയായിരുന്നു എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക, ആരുടെ കുറ്റവും മനസ്സിലേക്ക് വരാത്ത നിലക്ക് ആക്കുക. ഇത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും ഒരാളോട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അയാളെ മനസ്സിൽ മറ്റാളോട് വെറുപ്പ് തോന്നിയേക്കാം. അങ്ങനെ ഒരു കുറ്റം പറച്ചിലിന്റെ സ്വഭാവം പരസ്പരം ആർക്കും ഉണ്ടാകാൻ പാടില്ല, അനുയായികളിൽ ഉണ്ടാകാൻ പാടില്ല. നേതാവിനോട് കുറ്റം പറയാൻ അനുയായിന്റെ, ശിഷ്യന്മാരിൽ ഉണ്ടാകാൻ പാടില്ല. ഉസ്താദിനോട് അല്ലെങ്കിൽ അധ്യാപകനോട് ശിഷ്യന്മാര്, ഒരു ശിഷ്യൻ മറ്റൊരു ശിഷ്യന്റെ കുറ്റം പറയുക, ഇങ്ങനെ ഒരാളോടുള്ള ഒരു പ്രത്യേക വെറുപ്പ് മനസ്സിലേക്ക് ഉണ്ടാകാത്ത നിലക്ക് നബിതങ്ങൾ പ്രത്യേകം സഹാബികളെ ഉപദേശിക്കാറുണ്ടായിരുന്നു. ഇവിടുത്തെ സ്വഭാവത്തിന്റെ മഹിമയാണ് അത് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേ രീതിയിൽ മക്കള് പരസ്പരം ഒരാൾക്കുള്ള കുറ്റമായിട്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കരുത്. മറിച്ച് എല്ലാവരും നല്ലാവണമെന്ന ചിന്തയിൽ, എല്ലാവർക്കും നന്മ വരണമെന്ന ചിന്തയിലായിരിക്കണം ജീവിക്കേണ്ടത്, ജീവിതമുണ്ടാവേണ്ടത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സൽസ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.